നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കടുത്ത ശിക്ഷാരീതികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പിന്തുടരുന്നത്. ഇത് പ്രവാസികളായ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നിങ്ങളിൽ അനുഭവമുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ചെന്നുപെട്ടവരായിരിക്കാം. ഇപ്പോൾ കുവൈത്തിൽ പിടിയിലായ പ്രവാസിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. മയക്കുമരുന്നുമായി പിടിയിലായതിനാണ് ഇത്തരത്തിൽ പ്രവാസിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കുവൈറ്റ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചതെന്ന് പ്രാദേശിക ദിനപത്രമായ അൽ സിയാസ റിപ്പോർട്ട് ചെയ്തു. ഫർവാനിയിൽ വെച്ചാണ് പ്രവാസി മയക്കുമരുന്നുമായി പിടിയിലായത്. എന്നാൽ ഇയാളിൽ നിന്ന് എത്രയളവ് മയക്കുമരുന്ന് പിടിച്ചെടുത്തതെന്ന് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. മയക്കുമരുന്ന് കടത്ത് നടത്തിയത് തെളിയിക്കപ്പെട്ടതോടെയാണ് പ്രവാസിക്ക് കടുത്ത ശിക്ഷയായ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതേസമയം കുവൈറ്റിൽ മയക്കുമരുന്നുമായി മറ്റൊരു പ്രവാസിയും അറസ്റ്റിലായിട്ടുണ്ട്. ഇറാൻ സ്വദേശിയാണ് പിടികൂടിയത്. സാൽമിയ എന്ന യുവാവിൽ നിന്ന് 1.5 കിലോ ഒപ്പിയവും 3000 മയക്കുമരുന്ന് ഗുളികകളും 5 ഗ്രാം സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ ഇയാൾ പിടിയിലായതല്ലാതെ തുടർ ശിക്ഷാ നടപടികളൊന്നും തന്നെ വിധിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.